നമ്മൾ അറേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡാറ്റ സ്ട്രക്ചറിലുള്ള ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിളായിരുന്നു അറേ എന്ന് പറയുന്നത്. അറേയിൽ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. സോർട്ടിംഗ് ഉണ്ട്, സെർച്ചിങ് ഉണ്ട്, ട്രാവേഴ്സൽ ഉണ്ട്, മെർജിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. അതിൽ നമ്മളുടെ സിലബസിലുള്ള ഒരു ഓപ്പറേഷനാണ് സെർച്ചിങ്. അപ്പോൾ നമുക്ക് പേര് കേട്ടാൽ തന്നെ സെർച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അറേയിൽ നിന്ന് ഒരു എലമെൻറ്റിനെ സെർച്ച് ചെയ്യുക, അതായത് ഒരു എലമെൻറ്റ് അറേയിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നൊരു പരിപാടിനെയാണ് നമ്മൾ സെർച്ചിങ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് രണ്ട് സെർച്ചിങ് ആണ് നമ്മുടെ സിലബസിലുള്ളത്. ഒന്ന് ലീനിയർ സെർച്ചും മറ്റൊന്ന് ബൈനറി സെർച്ചും. ലീനിയർ സെർച്ച് ഓൾറെഡി സി പ്രോഗ്രാമിംഗ് കണ്ടപ്പോൾ നമ്മൾ കണ്ട കൺസെപ്റ്റാണ്, എങ്കിലും അതാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലീനിയർ സെർച്ചിൻ്റെ മറ്റൊരു പേരാണ് സീക്വൻഷ്യൽ സെർച്ച്. സീക്വൻഷ്യൽ. അപ്പോൾ ലീനിയർ സീക്വൻഷ്യൽ എന്നുള്ള പേര് തന്നെ ഉണ്ട്. എന്താണ് അതിൻ്റെ കൺസെപ്റ്റ്? എന്താ സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്? 1 by 1 ആയിട്ട് സീക്വൻഷ്യൽ ഓർഡറിൽ പോവുക, റാൻഡമായിട്ട് പോവാതിരിക്കുക എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ലീനിയർ സെർച്ചിൻ്റെ മറ്റൊരു പേര് സീക്വൻഷ്യൽ സെർച്ച്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു അറേ ഇവിടെ വരച്ചിട്ടുണ്ട്. ആ അറേൻ്റെ സൈസ് 10 ആണല്ലേ വരുന്നത്. 10 ആണ് അറേൻ്റെ സൈസ് വരുന്നത്. 0 to 9 വരെ. 0യിൽ നിന്നാണ് അറേൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ സൈസ് എത്രയാണോ അതേ -1 ആയിരിക്കും എൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് ഉള്ളത്. ഞാൻ എന്തുണ്ട്, കുറേ അറേ എലമെൻസിനെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ അറേക്ക് ഞാനൊരു പേര് കൊടുക്കുന്നു. അറേക്ക് ഞാൻ കൊടുക്കുന്നൊരു പേരാണ് എന്ത്? എ എന്നുള്ളതാണ് ഞാൻ അറേൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. എൻ്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതിലുള്ള ഒരു എലമെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ നോക്കണം. അപ്പോൾ ഇതിൽ ബേസിക്കലി 2 കാര്യങ്ങളാണല്ലേ നടക്കുക. ഒന്നിട്ടുണ്ടെങ്കിൽ ഐറ്റം നമുക്ക് കിട്ടും. അപ്പോൾ എന്താണോ എൻ്റെ ഐറ്റം ഫൗണ്ട് എന്നുള്ള ഒരു കാര്യം എനിക്ക് കിട്ടും. അതാണ് ഒന്നാമത്. ഇൻ കേസ് ഐറ്റം ഫൗണ്ട് ആണെങ്കിൽ, ഐറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രിൻ്റ് ചെയ്യേണ്ടത് ഇതാണ്: എത്രാമത്തെ ഇൻഡെക്സിലാണ് എനിക്ക് ഐറ്റം കിട്ടിയത് എന്നുള്ളതാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് 3 എന്നുള്ളൊരു ഐറ്റം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നാണ് ഞാൻ നോക്കേണ്ടത്. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതിലേക്ക് ഞാൻ വരാം. നമുക്കറിയാം, ഇത് കണ്ടാൽ അറിയാം 3 ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ 3 ഉണ്ട്, അല്ലെങ്കിൽ 3 സെർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ടത് 3ൻ്റെ ഇൻഡെക്സ് എത്രയാണോ അതാണ്. അതായത് 5ാമത്തെ ഇൻഡെക്സിൽ വെച്ച് എനിക്ക് ഐറ്റത്തിനെ കിട്ടി എന്ന് പറഞ്ഞാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? പ്രിൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഐറ്റം ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് പ്രിൻ്റ് ചെയ്യണം എന്ന് മനസ്സിലായി. ഇനി ഇൻ കേസ് ഐറ്റം ഇല്ലാതിരിക്കാലോ, എനിക്കിപ്പോൾ ഒരു 100 എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാവും ഇതിൽ എന്തില്ല, 100 ഇല്ല. അപ്പോൾ നമ്മൾ എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്? ഐറ്റം നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഐറ്റം നോട്ട് ഫൗണ്ട് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യണം. ഈ 2 കൺസെപ്റ്റുകളാണ് ഇതിൽ വരിക. ഒന്നിക്ക് ഐറ്റം ഫൗണ്ട് ചെയ്യും, ഐറ്റം കണ്ടുപിടിച്ചാൽ നമ്മൾ ഇൻഡെക്സ് പ്രിൻ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഐറ്റം നോട്ട് ഫൗണ്ട് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യണം. ഇനി എങ്ങനെയാണിത് പ്രിൻ്റ് ചെയ്ത് നോക്കുന്നത്? ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് നിങ്ങളുടെ പേരുകളൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് മുഖങ്ങൾ അറിയാം. അതായത് നിങ്ങളുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇന്നൊരു കുട്ടീനെ ഒരു ക്ലാസ്സിൽ നിന്ന് വിളിക്കണം, പക്ഷേ ആ കുട്ടീൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ആ കുട്ടീൻ്റെ ഫേസ് കണ്ടാൽ അറിയാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ്, അതായത് ലീനിയർ സെർച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണേ, അതല്ലാതെ ഉള്ളൊരു സിറ്റുവേഷനിലേക്ക് അതിനെടുക്കരുത്. അതായത് ഈ ഒരു ഇങ്ങനെ ഒരു 3 ബെഞ്ചിലാണ്, നമ്മുടെ ക്ലാസ് തന്നെയാണെന്ന് വിചാരിക്കും, 3 ബെഞ്ചിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് കുട്ടികൾ, ഫസ്റ്റ് ബെഞ്ചിൽ ആണുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ചെയ്യുക എങ്ങനെയാണ്? 1ാമത്തെ ബെഞ്ചിലേക്ക് പോയി ആദ്യം ഇരിക്കുന്ന കുട്ടീൻ്റെ ഫേസ് ചെയ്യാൻ നോക്കി, ഇതാണോ നോക്കി. ഇതല്ലെങ്കിൽ തൊട്ടടുത്ത കുട്ടീൻ്റെ ഫേസ് ചെയ്യാൻ നോക്കി, ഇതല്ലെങ്കിൽ തൊട്ടടുത്ത കുട്ടീൻ്റെ ഫേസ്, ഇതല്ലെങ്കിൽ തൊട്ടടുത്ത കുട്ടീൻ്റെ ഫേസ്. എൻ്റെ 4 എണ്ണം നോക്കി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച കുട്ടി ഇവിടെ ഇല്ല, എനിക്ക് എന്ത് പറയാം? ഈ ബെഞ്ചിൽ ഞാൻ വിചാരിച്ച കുട്ടിയില്ല എന്നെനിക്ക് പറയാം. ഇനി ഈ 3ാമത്തെ കുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഫസ്റ്റ് ബെഞ്ചിലെ 3rd പൊസിഷനിലാണ് ഞാൻ വിചാരിച്ച കുട്ടിയുള്ളത് എന്നെനിക്ക് പറയാം. അതിൻ്റെ സിമിലിയർ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നോക്കുക? ആദ്യം 0th ഇൻഡെക്സിലേക്കായിരിക്കും പോയിട്ട് നോക്കുക, അവിടെ ഉണ്ടോ എന്ന് നോക്കും. അവിടെ ഇല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് പോവും, അവിടെ ഇല്ലെങ്കിൽ സെക്കൻഡ് ഇൻഡെക്സിലേക്ക് പോവും, അവിടെ ഇല്ലെങ്കിൽ 3rd. ആ രീതിയിൽ എന്ത് ചെയ്യും? ജസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് ഇൻഡെക്സിലാണോ കാണുന്നത് അവിടെ വെച്ചിട്ട് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇൻഡെക്സിൽ വരെ പോയിട്ടും കണ്ടില്ല എങ്കിൽ എനിക്ക് എന്ത് പറയാം? ഐറ്റം നോട്ട് ഫൗണ്ട് എന്ന് പറയാം. ഇതാണ് എൻ്റെ ലീനിയർ സെർച്ചിൻ്റെ കൺസെപ്റ്റ്. ഇനി കഴിഞ്ഞ വർഷത്തെയൊക്കെ 3rd ഇയർ ഡിഗ്രിക്കാരെ സിലബസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ പ്രോഗ്രാംസ് ഉള്ളൂ. അപ്പോൾ നമ്മളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം, അല്ലെങ്കിൽ നമ്മളുടെ ലാബിൽ ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ് എന്ത്? ലീനിയർ സെർച്ചിൻ്റെ പ്രോഗ്രാം. കഴിഞ്ഞ വർഷത്തെ പോലെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പ്രോഗ്രാം വെച്ച് ബുദ്ധിമുട്ടിക്കില്ല. ഈ പ്രോഗ്രാം നമുക്കുണ്ട്, അതുകൊണ്ട് മാത്രം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ ഈ കോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത്
ഹാഷ് ഇൻക്ലൂഡ് stdio.h സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയൽ. ഇത് യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ പ്രിൻ്റ്എഫോ സ്കാൻഎഫോ പോലെയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. conio.h കൺസോളിഡേറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയൽ. CLR SSCR പോലെ സ്ക്രീൻ ക്ലിയർ ചെയ്യാനോ get.ch പോലെ സ്ക്രീൻ കുറച്ച് ടൈം വിസിബിൾ ആക്കാനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെഡർ ഫയലാണ് conio.h. ദെൻ മെയിൻ ഫംഗ്ഷൻ ഞാൻ കുറേ ഡിക്ലറേഷൻ എഴുതിയിട്ടുണ്ട്. ആ ഡിക്ലറേഷൻ ഒന്ന് ഐ നമുക്കറിയാം, നമുക്ക് അറേ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൂപ്പിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് അറേയിലേക്ക് നമുക്ക് എലമെൻസിനെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനോ ആക്സസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ ഐ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ 1 ഡയമെൻഷൻ അറേൻ്റെ കൺസെപ്റ്റാണ് പറയുന്നത്. വേണമെങ്കിൽ 2 ഡയമെൻഷൻ അറേയിൽ ലീനിയർ സെർച്ച് പോസിബിളാണ്. പക്ഷേ നമ്മുടെ സിലബസിൽ അത് പറയാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. 2 ഡയമെൻഷൻ അറേ എന്ന് പറയുമ്പോൾ ആ കൂടെ വരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ലൂപ്പിന് പകരം 2 ലൂപ്പ് വരും. നമ്മുടെ സിലബസിലില്ല, താല്പര്യമുള്ളവർ മാത്രം നോക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ലൂപ്പിന് വേണ്ടിയിട്ടാണ്. A(10) എന്ന് പറഞ്ഞ എൻ്റെ അറേൻ്റെ പേരാണ്. മാക്സിമം 10 എലമെൻറ്റ് 0 to 9 വരെ വരും. ഐറ്റം, കാരണം ഐറ്റം പ്രസൻ്റ് ആണോ അല്ലയോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഐറ്റം. ദെൻ ഞാനൊരു ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ് =0 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഒരു ചെറിയൊരു സംഭവം എഴുതാൻ എന്നോട് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ഐറ്റം വാങ്ങിച്ചിട്ടില്ല, അതുകൂടെ ഞാനിവിടെ എഴുതുകയാണ്. ഈ CLR SSCR കഴിഞ്ഞിട്ടും ഇതിൻ്റെ മുകളിലുമായിട്ടാണ് വരുന്നത്. ഞാനിവിടെ എഴുതുകയാണ് printf enter the item. അത് സ്കാൻ ചെയ്തെടുക്കുന്നു, വിട്ടുപോയതാട്ടോ. scanf %d &item എന്ന് പറഞ്ഞ് ഞാനത് സ്കാൻ ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പോൾ A(10) നമുക്കിത് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പോൾ A(10) എന്ന് പറയുമ്പോൾ 0 മുതൽ 9 വരെ അലോക്കേറ്റ് ചെയ്യും. ഈ എലമെൻറ്റ്സ് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല. ഇനി ഐറ്റത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പേസ് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഐറ്റത്തിന് വേണ്ടി ഒരു സ്പേസ്. ഇനി ഫ്ലാഗ് =0 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. ഫ്ലാഗ് =0. ഇപ്പം ഞാൻ ആദ്യം പറയുന്നത് എൻ്റർ ദി ഐറ്റം, അതായത് ഐറ്റം എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. സപ്പോസ് ഞാൻ എൻ്റർ ചെയ്തിട്ടുള്ള ഐറ്റം 7 ആണെന്ന് വിചാരിക്കും. അപ്പോൾ 7 എന്നുള്ളത് ഇവിടെ വന്നിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് എൻ്റർ ദി അറേ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നു. നമുക്കറിയാം ഈ ലൂപ്പ് വെച്ചിട്ട് അറേ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യും. ഞാൻ ഓരോന്നോരോന്നായിട്ട് അത് കാണിക്കുന്നില്ല, അത് കാണിച്ചാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ട് പോകും. അപ്പോൾ സപ്പോസ് എൻ്റർ ചെയ്തത് ഈ നമ്പറാണ് 8077 1872 3 2429 എന്നുള്ള നമ്പറാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. ആ നമ്പർ എന്ത് ചെയ്യുന്നു, എന്ന് പറയുന്ന അറേയിൽ പോയിട്ട് സ്റ്റോർ ചെയ്ത് കിടക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഐറ്റവും കിട്ടി, നമുക്ക് ഇവിടെ അറേ എലമെൻറ്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ സെർച്ച് ചെയ്യുന്നതിൻ്റെ കോഡാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. സെർച്ച് എവിടെ നിന്നോട്ട് എവിടം വരെ എഴുതണം എന്നാണ് ഞാൻ പറഞ്ഞത്. എവിടെ നിന്നാണോ അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതൽ എവിടെയാണോ അറേ എൻഡ് ചെയ്യുന്നത് അവിടം വരെ ഞാൻ എന്ത് ചെയ്യണം? സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ അതിൻ്റെ ലൂപ്പാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. 0th ഇൻഡെക്സിൽ തുടങ്ങി ലാസ്റ്റ് ഇൻഡെക്സ് വരെ. ലാസ്റ്റ് ലെസ് ദാൻ ഇട്ടതിൻ്റെ കാരണം 0 to 9 ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ലെസ് ദാൻ ഇട്ടത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ i less than or equal to 9 എന്ന് നമുക്ക് വേണമെങ്കിൽ ഇടാം. A(i) = item. അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ 0 ആയിട്ട് മാറി, S0 ആയിട്ട് മാറി. അപ്പോൾ ഞാൻ നോക്കുന്നത് A(i) = item ആണോ? A(i) എന്ന് പറഞ്ഞാൽ A(i)ലുള്ളത് 8 ആണ്. അപ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് 8 item 7 ആയിരുന്നു. 8 7 ആണോ നോക്കി. ആണോ? അല്ല. എൻ്റെ കണ്ടീഷൻ തെറ്റല്ലേ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും എന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. ഞാൻ നേരെ എന്ത് ചെയ്യണം? എൻ്റെ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അങ്ങനെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഞാൻ എത്രയാക്കി മാറ്റി? 1 ആക്കി മാറ്റി. അഗെയിൻ ഞാൻ നോക്കുകയാണ് A(1) എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 7 ആണോ നോക്കി. ആണോ? അല്ല അല്ലേ? അല്ലാത്ത സ്ഥിതിക്ക് ഇതും എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഞാൻ ഐയുടെ വാല്യൂ എന്ത് ചെയ്യും? ഒന്ന് കൂട്ടും. ഐയുടെ വാല്യൂ ഒന്ന് കൂട്ടി 2 ആക്കി മാറ്റും. ഇനി ഞാൻ നോക്കുകയാണ് A(2) ഉള്ളത് 7 ആണ്. 7 7 ആണോ നോക്കി. യെസ് ആണല്ലേ? ഈ കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്നെ എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടും. അവിടെ എന്താ ഉള്ളത്? A(i) ഇതിൻ്റെ ഉള്ളിലേക്ക്, ഇവിടെയാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്, സോറി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടത്തിവിടും. അവിടെ എന്താ ഉള്ളത്? എലമെൻറ്റ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് %d. അപ്പോൾ എന്താ ഔട്ട്പുട്ടിൽ വരിക? എലമെൻറ്റ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് %d. %d എന്ന് അങ്ങനെ തന്നെ വരികയാണോ ചെയ്യുക? അല്ല അല്ലേ? കോമ ഇട്ടിട്ട് എന്താണോ വരുന്നത് അതിൻ്റെ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും അല്ലേ?
അപ്പോൾ ഐയിൽ ഇപ്പോൾ ഉള്ള വാല്യൂ 2 ആണ്. അപ്പോൾ 2 വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. എലമെൻറ്റ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് 2. അപ്പോൾ ഇൻഡെക്സ് ടൂവിൽ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, എലമെൻറ്റിനെ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നെനിക്ക് മനസ്സിലാവും. ഇതായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, ഇനി ഈ ഔട്ട്പുട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ എന്തും കൂടി എഴുതുന്നുണ്ട്, ഫ്ലാഗ് ഈക്വൽ ടു 1 ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഫ്ലാഗ് ഈക്വൽ ടു 0 ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ഞാൻ എന്താക്കി മാറ്റി, 1 ആക്കി സെറ്റ് ചെയ്തു. ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്താ സംഭവിക്കുക, എനിക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്, എലമെൻറ്റ് കിട്ടിയിട്ടും വീണ്ടും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് ഞാനിവിടെ എന്ത് കൊടുത്തു, ബ്രേക്ക് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി ഇവിടുന്ന് പുറത്തേക്ക് വന്നു. ഈ ഫ്ലാഗ് ഡബിൾ ഈക്വൽ ടു 0, ഫ്ലാഗിലുള്ളത് 0 തന്നെയാണെങ്കിൽ ഞാൻ എന്ത് പ്രിൻ്റ് ചെയ്യണം, ഐറ്റം നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യണം. ഇപ്പോൾ ഫ്ലാഗിലുള്ളത് 0 ആണോ, അല്ല 1 ആണ്. എന്താ ഫ്ലാഗിൻ്റെ കൺസെപ്റ്റ്? ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഫ്ലാഗ് ഞാൻ ആദ്യം 0 സെറ്റ് ചെയ്തിരുന്നു, അത് ഞാൻ 1 ആക്കി മാറ്റി. എപ്പോഴാണ് 1 ആക്കി മാറ്റിയത്, ഐറ്റം ഫൗണ്ട് ചെയ്തപ്പോഴാണ് ഞാൻ 1 ആക്കി മാറ്റിയത്. അപ്പോൾ ഈ ഒരു സെനാരി ആലോചിച്ച് നോക്കുക. 100 എന്ന് പറഞ്ഞൊരു നമ്പർ ഇതിലില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യും, 0 മുതൽ 9 വരെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. 0 മുതൽ 9 വരെ ചെക്ക് ചെയ്തിട്ടും എനിക്ക് എന്ത് കിട്ടില്ല, 100 എന്ന് പറഞ്ഞൊരു നമ്പർ കിട്ടില്ല. 100 എന്ന് പറഞ്ഞ നമ്പർ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആദ്യം ഐയുടെ വാല്യൂ 0 ആയി, 0 ലെസ് ദാൻ 10 ആണോ നോക്കി, എനിക്ക് ഐറ്റം ഫൗണ്ട് എന്ന് കിട്ടിയില്ല. ഐ ഈക്വൽ ടു 1 ആയി, ലെസ് ദാൻ 10 ആണോ നോക്കി, ഐറ്റം ഫൗണ്ട് എന്ന് കിട്ടിയില്ല. അങ്ങനെ വന്ന് ഞാൻ ഐ ഈക്വൽ ടു 9 എന്ന് നോക്കി, അത് ലെസ് ദാൻ 10 ആണ്. എന്നിട്ട് ചെക്ക് ചെയ്തപ്പോഴും എനിക്ക് ഐറ്റം നോട്ട് ഫൗണ്ട് എന്ന് കിട്ടി. അപ്പോൾ അഗെയിൻ ഐ ഈക്വൽ ടു 10 ആയി മാറും. 10 ലെസ് ദാൻ 10 എന്നുള്ള കണ്ടീഷൻ എന്തായിട്ട് പോവും, റിജക്റ്റ് ആയിട്ട് പോവും. അപ്പം ഞാൻ നേരെ എന്ത് ചെയ്യും, താഴെ വരും. അപ്പോൾ ഐറ്റം ഫൗണ്ട് ചെയ്യാത്തിടത്തോളം കാലം ഫ്ലാഗിൻ്റെ വാല്യൂ ഒരിക്കലും 1 ആക്കാൻ പറ്റില്ല, 0 തന്നെ ആയിരിക്കും അത് നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്ത് പ്രിൻ്റ് ചെയ്യാൻ പറ്റും, ഐറ്റം നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഫ്ലാഗ് വാല്യൂ യൂസ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഡെപ്തിലേക്കൊന്നും ഫ്ലാഗിൻ്റെ വാല്യൂ എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊന്നും എക്സാമിന് ചോദ്യം ചോദിക്കില്ല. ഒരു തിയറി എക്സാമിന് ലീനിയർ സെർച്ചിൻ്റെ പ്രോഗ്രാം ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. തിയറീൻ്റെ സിലബസിൻ്റെ അകത്ത് പ്രോഗ്രാം നീഡഡ് എന്ന് പറഞ്ഞ് ഒന്നും കൊടുത്തിട്ടില്ല. ലീനിയർ സെർച്ചിൻ്റെ കൺസെപ്റ്റ് മതിയാവും. പക്ഷേ നമ്മളുടെ ലാബിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ലീനിയർ സെർച്ചിൻ്റെ പ്രോഗ്രാം ചെയ്യാനുണ്ട്. അതുകൊണ്ട് മേ ബി ചോദിക്കാം എന്നുള്ളതേ ഉള്ളൂ. അതല്ലാത്ത പക്ഷം ലീനിയർ സെർച്ചിൻ്റെ കൺസെപ്റ്റ് പഠിച്ച് വെക്കുക. പ്രോഗ്രാം എളുപ്പമാണ്, പ്രോഗ്രാം നോക്കി വെക്കുക. ചിലപ്പോൾ നമ്മളുടെ തിയറി എക്സാമിന് ചോദിക്കാം, വളരെ എളുപ്പമാണ്. ആകെ 6-7 പ്രോഗ്രാംസേ നമുക്ക് ലാബിലും ചെയ്യാനുള്ളൂ. അത് നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സെർച്ച്, അതിലെ ലീനിയർ സെർച്ചിൻ്റെ കൺസെപ്റ്റ്.